1953 ജനുവരി 30 ഡി എൻ എയിലുള്ള തന്റെ പഠനങ്ങളുമായി ബന്ധപ്പെട്ട് കേംബ്രിഡ്ജിൽ നിന്നും ലണ്ടനിലെ കിങ്സ് കോളേജിൽ എത്തിയതായിരുന്നു ജെയിംസ് വാട്സൺ. കിങ്സ് കോളേജിൽ ഗവേഷണം നടത്തിയിരുന്ന മോറിസ് വിൽക്കിൻസ് തന്നെ കാണിച്ച ഈ ചിത്രം കണ്ട് വാട്സൺ അമ്പരന്നുപോയി. ആ നിമിഷത്തെക്കുറിച്ച് പിന്നീട് അദ്ദേഹം രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: The instant I saw the photo, my mouth fell open and my pulse began to race. തന്റെ 25-ാം വയസ്സിൽ തന്നെ PhD പൂർത്തിയാക്കിയ അമേരിക്കക്കാരനായ ഒരു അത്ഭുത പ്രതിഭയായിരുന്നു ജെയിംസ് വാട്സൺ. 1951 തന്റെ തുടർ പഠനങ്ങൾക്കായി കേംബ്രിഡ്ജിലെ കവൻഡിഷ് ലബോറട്ടറിയിലെത്തിയ വാട്സണ് തന്റെ സഹപ്രവർത്തകനായിട്ടാണ് ലഭിക്കുന്നത് 35 വയസ്സുകാരനായ ഫ്രാൻസിസ് ക്രിക്കിനെയായിരുന്നു. ഫിസിക്സ് വിദ്യാർത്ഥിയായിരുന്ന ക്രിക്ക് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ബയോളജിയിൽ തന്റെ പഠനങ്ങൾ തുടങ്ങുന്നത്. വാട്സണും ക്രിക്കും ജീവതന്മാത്രയായ DNA സ്ട്രക്ചർ കണ്ടെത്താനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. വാട്സൺ കെമിസ്ട്രിയിലെ തന്റെ അറിവ് ഉപയോഗിച്ച് DNA സാധ്യമായ പല മോഡലുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ഫിസിക്സിലും കണക്കിലും പ്രഗത്ഭനായിരുന്ന ക്രിക്ക് ആ മോഡലുകളുടെ സ്ഥിരതയെക്കുറിച്ചും അവയുടെ നിലനിൽപ്പിനുള്ള സാധ്യതകളെക്കുറിച്ചും പഠിച്ചു. പക്ഷേ ഇതിൽ നിന്നൊന്നും കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഇതേ കാലഘട്ടത്തിൽ തന്നെ DNA സ്ട്രക്ചറിനെ പറ്റി ഗവേഷണം നടത്തിയിരുന്ന മറ്റൊരാളായിരുന്നു റോസലിൻഡ് ഫ്രാങ്ക്ലിൻ. 1945 ഫിസിക്കൽ കെമിസ്ട്രിയിൽ PhD നേടിയ അവർ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം പാരീസിൽ നിന്നും എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി എന്ന ടെക്നിക്കിൽ പ്രാഗൽഭ്യം നേടിയ ഒരു ജീനിയസ് ആയിരുന്നു. തുടർന്ന് 1951 കിങ്സ് കോളേജിൽ ഗവേഷണത്തിനായി എത്തിയ അവർ ഡിപ്പാർട്ട്മെന്റ് മേധാവിയായിരുന്ന ജോൺ റാൻഡലിന്റെ നിർദ്ദേശപ്രകാരം ഒട്ടും സമയം കളയാതെ തന്നെ തന്റെ PhD സ്റ്റുഡന്റായ റെയ്മണ്ട് ഗോസ്ലിങ്ങിനൊപ്പം DNA എക്സ്റേ ക്രിസ്റ്റലോഗ്രഫിക്കായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. എന്നാൽ ഇതേ പഠനങ്ങൾ അതേ ലാബിൽ നേരത്തെ തുടങ്ങിവെച്ച മോറിസ് വിൽക്കിൻസും കിങ്സ് കോളേജിൽ പ്രവർത്തിച്ചിരുന്നു. അവധിയിലായിരുന്ന അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ ലാബിൽ കണ്ട റോസ്ലിൻഡിനെ തന്റെ പുതിയൊരു അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഒരുമിച്ച് പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു കൊളാബറേറ്ററായി തെറ്റിദ്ധരിച്ചു. റോസ്ലിൻഡ് ആവട്ടെ ജോൺ റാൻഡൽ പറഞ്ഞതനുസരിച്ച് അത് തന്റെ ഒരു ഇൻഡിപെൻഡന്റ് പ്രോജക്റ്റായി മുന്നോട്ട് കൊണ്ടുപോയി. തമ്മിൽ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നെങ്കിലും അവർ അവരുടെ സ്വന്തം ഗവേഷണങ്ങൾ തുടർന്നു പോന്നു. അങ്ങനെയിരിക്കെയാണ് 1951 നവംബറിൽ റോസ്ലിൻഡിന്റെ നേതൃത്വത്തിൽ കിങ്സ് കോളേജിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നത്. അതിൽ പങ്കെടുക്കാൻ തന്റെ ലാബ് മേധാവിയായിരുന്ന മാക്സ് പെരൂട്സിന്റെ നിർദ്ദേശപ്രകാരമാണ് വാട്സൺ കിങ്സ് കോളേജിൽ എത്തുന്നതും ആദ്യമായി അദ്ദേഹം റോസ്ലിൻഡിനെ കാണുന്നത്. അന്ന് നടന്ന സെമിനാറിൽ റോസ്ലിൻഡ് തന്റെ നിരവധി കണ്ടെത്തലുകൾ പങ്കുവച്ചിരുന്നു. DNA ജീവനുള്ള ഒരു സെല്ലിൽ ഒരു സ്ട്രക്ചർ ആണെന്നും അല്ലാത്ത അവസ്ഥയിൽ മറ്റൊരു രീതിയിലാണ് അതിന്റെ തന്മാത്രാ ഘടന എന്നുള്ള ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്നത് ആ സെമിനാറിൽ വെച്ചായിരുന്നു. അന്നേ വരെ ഈ വ്യത്യാസം മനസ്സിലാക്കാതെയാണ് എല്ലാവരും പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇതുകൂടാതെ DNA ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക്ബോൺ സ്ട്രക്ചർ അതിന്റെ പുറംഭാഗത്താണെന്നും അകത്തേക്കല്ലെന്നും റോസ്ലിൻഡ് വിശദീകരിച്ചു. എന്നാൽ ഇതിനൊന്നും വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതിരുന്ന വാട്സൺ റോസ്ലിൻഡ് അവതരിപ്പിച്ച ഡാറ്റ മിസ് ഇന്റർപ്രറ്റ് ചെയ്യുകയും DNA ഒരു ട്രിപ്പിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആയിരിക്കാം എന്ന ആശയത്തിലേക്ക് വഴിമാറിപ്പോവുകയും ചെയ്തു. റോസ്ലിൻഡിന്റെ അവതരണവും ഡാറ്റയും കൃത്യമായി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ട്രിപ്പിൾ ഹെലിക്സ് എന്ന തെറ്റായ ആശയം പണ്ടേ അവർക്ക് തള്ളിക്കളയാമായിരുന്നു. തിരിച്ച് കേംബ്രിഡ്ജിലെത്തിയ വാട്സൺ അതേ പഠനങ്ങളുമായി മുന്നോട്ട് പോയി. ഒരുപാട് ശ്രമങ്ങൾക്കൊടുവിൽ റോസ്ലിൻഡ് ആവട്ടെ റെയ്മണ്ട് ഗോസ്ലിങ്ങിന്റെ സഹായത്തോടെ ആ ചിത്രം യാഥാർത്ഥ്യമാക്കി. തങ്ങളുടെ പരാജയപ്പെട്ട 50 അറ്റംപ്റ്റുകൾക്ക് ശേഷം 51ാമത്തെ ശ്രമത്തിൽ 1952 മെയ്യിൽ അങ്ങനെ ഫോട്ടോ 51 പിറന്നു. ഏകദേശം 62 മണിക്കൂർ സമയം DNA കടത്തിവിട്ട എക്സ്റേ കിരണങ്ങളെ ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ പതിപ്പിച്ചിട്ടാണ് ഈ ചിത്രം ഉണ്ടാക്കിയെടുത്തത്. X ആകൃതിയിലുള്ള ഈ ചിത്രത്തിൽ നിന്ന് ക്രിസ്റ്റലോഗ്രഫിയിൽ സാമാന്യ പരിജ്ഞാനമുള്ള ആർക്കും DNA ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണെന്ന് കണ്ടെത്താമായിരുന്നു. തന്റെ പരീക്ഷണ ഫലങ്ങളും ആ ഫോട്ടോയിൽ നിന്ന് കിട്ടിയ എക്സാക്ട് മെഷർമെന്റ്സും എല്ലാം റോസ്ലിൻഡ് കുറിച്ചെടുത്തു. എല്ലാ വർഷവും കിങ്സ് കോളേജിൽ നിന്നും അതത് വർഷങ്ങളിൽ നടക്കുന്ന റിസർച്ചുകളെ പറ്റി ഒരു റിപ്പോർട്ട് മെഡിക്കൽ റിസർച്ച് കമ്മിറ്റിയിൽ നിന്നും സന്ദർശനം നടത്തുന്നവർക്ക് സമർപ്പിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ റോസ്ലിൻഡിന്റെ പഠനങ്ങളും ഫോട്ടോ 51 മെഷർമെന്റ്സും സ്വാഭാവികമായിട്ടും ഉൾപ്പെട്ടു. റോസ്ലിൻഡിന് പക്ഷേ അധികനാൾ കിങ്സ് കോളേജിൽ തുടരാൻ കഴിഞ്ഞിരുന്നില്ല. വളരെയധികം മെയിൽ സെൻട്രിക്കായ പാരമ്പര്യങ്ങൾക്ക് ആവശ്യത്തിലധികം വില കൊടുത്തിരുന്ന ഒരു സ്ഥാപനമായിരുന്നു കിങ്സ് കോളേജ്. പ്രഗത്ഭരായ ശാസ്ത്രജ്ഞർ ഒത്തുകൂടുകയും സംസാരിക്കുകയും തങ്ങളുടെ പുതിയ കണ്ടെത്തലുകൾ അവതരിപ്പിക്കുകയും ചെയ്തിരുന്ന അവിടുത്തെ കോമൺ റൂമിലേക്ക്
സ്ത്രീകൾക്ക് പ്രവേശനം പോലും അനുവദിച്ചിരുന്നില്ല. തന്റെ ആത്മാഭിമാനത്തിനും കഴിവിനും വില കൊടുത്തിരുന്ന റോസ്ലിൻഡിന് അത്തരം അനുഭവങ്ങൾ സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അതോടൊപ്പം മൗറിസുമായിട്ടുള്ള സ്വരച്ചേർച്ച കൂടി ആയപ്പോൾ താൻ കിങ്സ് കോളേജ് വിടുന്നതാണ് നല്ലത് എന്ന തീരുമാനത്തിലേക്ക് അവരെത്തി. നിർണായകമായ വഴിത്തിരിവിലേക്കും ലോകത്തെ പിടിച്ചു കുലുക്കേണ്ട ഒരു റിസൾട്ടിലേക്കും എത്തേണ്ടിയിരുന്ന DNA പഠനം ജോൺ റാൻഡലിന്റെ നിർദ്ദേശപ്രകാരം നിർത്തിവെക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല, അതുവരെ താൻ അപഗ്രഥിച്ചെടുത്ത കാര്യങ്ങൾ കിങ്സ് കോളേജിന് കൈമാറുവാനും അവർ നിർബന്ധിതയായി. റോസ്ലിൻഡ് കിങ്സ് കോളേജ് വിടുന്നതിന് തൊട്ടു മുമ്പാണ് 1953 ജനുവരിയിൽ വാട്സൺ വീണ്ടും സന്ദർശനം നടത്തുന്നത്. വാട്സണും ക്രിക്കും അപ്പോഴും ഒരു ട്രിപ്പിൾ ഹെലിക്സ് ആണ് DNA എന്ന ആശയത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അമേരിക്കക്കാരനും പ്രശസ്ത ശാസ്ത്രജ്ഞനുമായ ലിനസ് പോളിംഗ് DNAയുടെ ഒരു തന്മാത്രാ ഘടന കണ്ടെത്തിയെന്നറിഞ്ഞ വാട്സൺ തങ്ങൾക്ക് മുമ്പേ അത് അദ്ദേഹം പ്രസിദ്ധീകരിച്ചേക്കാം എന്ന തോന്നലിലാണ് റോസ്ലിൻഡുമായും മൗറിസുമായും കൂടുതൽ ചർച്ചകൾക്കായി കിങ്സ് കോളേജിൽ എത്തുന്നത്. റോസ്ലിൻഡിനെ ലിനസ് പോളിംഗിന്റെ DNA സ്റ്റഡി കാണിക്കുകയും തങ്ങൾ വളരെ പിന്നിലാണെന്ന് പറയുകയും ചെയ്ത വാട്സൺ റോസ്ലിൻഡിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റാകാനാണ് സാധ്യത എന്നും ആരോപിച്ചു. ഇതോടെ റോസ്ലിൻഡ് തന്റെ പഠനങ്ങൾ വാട്സണുമായി ഷെയർ ചെയ്യാൻ വിസമ്മതിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയ വാട്സൺ പിന്നീട് കണ്ടത് മൗറിസിനെയാണ്. അപ്പോഴാണ് കോളേജ് വിടാനൊരുങ്ങുന്ന റോസ്ലിൻഡിന്റെ PhD സ്റ്റുഡന്റായ റെയ്മണ്ട് തനിക്ക് കൈമാറിയ ഫോട്ടോ 51 അദ്ദേഹം വാട്സനെ കാണിക്കുന്നത്. അത് കണ്ട് അമ്പരന്ന് പോയ വാട്സൺ തനിക്ക് പറ്റിയ തെറ്റുകളും താൻ നഷ്ടപ്പെടുത്തിയ സമയത്തെയും ഓർത്ത് തലയിൽ കൈവച്ചുപോയി. ഒരു നിമിഷം പോലും പാഴാക്കാതെ വാട്സൺ തിരിച്ച് കേംബ്രിഡ്ജിലെത്തി. അവിടെ വെച്ച് വാട്സണ് മറ്റൊരു സഹായം കൂടി ലഭിച്ചു. റോസ്ലിൻഡിന്റെ പഠനങ്ങൾ ഒരു MRC റിപ്പോർട്ടിൽ, അതായത് മെഡിക്കൽ റിസർച്ച് കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെട്ട വിവരം നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഇതേ മെഡിക്കൽ റിസർച്ച് കമ്മിറ്റിയിൽ കാവൻഡിഷ് ലബോറട്ടറിയെ പ്രതിനിധീകരിച്ച അംഗമായിരുന്നു മാക്സ് പെരൂട്സ്. റോസ്ലിൻഡിന്റെ റിപ്പോർട്ടുകളും കൃത്യമായ കണ്ടെത്തലുകളും തിരിച്ചറിഞ്ഞ അദ്ദേഹം അവ കാവൻഡിഷ് ലാബ് മേധാവിയായിരുന്ന ലോറൻസ് ബ്രാഗിന് കൈമാറുകയും അവിടെ നിന്ന് അത് വാട്സന്റെ കയ്യിലെത്തുകയും ചെയ്തു. ഈ ഡാറ്റയും ഫോട്ടോ 51 കുറച്ചൊന്നുമല്ല വാട്സണെയും ക്രിക്കിനെയും സഹായിച്ചത്. ആ ചിത്രത്തിൽ നിന്നും DNA ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ് എന്ന് അവർക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞു. ഇത് DNA സാധ്യമായേക്കാമെന്ന് അവർ കരുതിയ മറ്റു മോഡലുകളെ ഉപേക്ഷിക്കാനും ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിൽ മാത്രം ഫോക്കസ്ഡായി കണക്കുകൂട്ടലുകൾ നടത്താനും അവരെ സഹായിച്ചു. ഫോട്ടോ 51 ഓരോ സ്പോട്ടുകളും തമ്മിലുള്ള അകലം വെച്ച് DNA ഹെലിക്സിന്റെ ഓരോ ടേണും 3.4 നാനോമീറ്റർ ആണെന്നും ആ ഓരോ ടേണിലും 10 നൈട്രജൻ ബേസ് പെയറുകൾ ഉണ്ടെന്നും അവർ മനസ്സിലാക്കി. അന്നേ വരെ അവർ നടത്തിയ പഠനങ്ങളിൽ DNA ബാക്ക്ബോൺ സ്ട്രക്ചർ എന്നറിയപ്പെടുന്ന ഷുഗറും ഫോസ്ഫേറ്റും DNA അകത്തും ബാക്കി നൈട്രജൻ ബേസുകൾ പുറത്തുമായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഈ പഠനത്തിൽ നിന്നും അത് നേരെ തിരിച്ചാണെന്നും 4 നൈട്രജൻ ബേസുകളിൽ അഡിനിൻ തൈമീനുമായും ഗ്വാനിൻ സൈറ്റോസിനുമായിട്ടുമാണ് പെയർ ചെയ്യപ്പെടുന്നതെന്ന് അവർക്ക് മനസ്സിലായി. തന്റെ കയ്യിലെത്തിയ MRC റിപ്പോർട്ടിൽ നിന്നും DNA-യിലുള്ള 2 ഇഴകൾ ആന്റി പാരലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നതെന്നും അവർ മനസ്സിലാക്കി. DNA എന്ന മോളിക്യൂളിന്റെ സ്ട്രക്ചറിനെ പറ്റിയുള്ള അതുവരെയുള്ള മിക്കവാറും എല്ലാ സമസ്യകൾക്കും അങ്ങനെ അവർക്ക് മുമ്പിൽ ഉത്തരമായി. ഒട്ടും വൈകാതെ തന്നെ തങ്ങളുടെ ഗവേഷണ വിവരങ്ങൾ ഒരു റിസർച്ച് പേപ്പറായി അവർ പ്രശസ്തമായ നേച്ചർ മാസികയിൽ പ്രസിദ്ധീകരിച്ചു. പക്ഷേ തങ്ങളുടെ പഠനങ്ങളെ അത്രയധികം സഹായിച്ച ഫോട്ടോ 51 കുറിച്ച് അതിൽ യാതൊരു പരാമർശവും ഉണ്ടായിരുന്നില്ല. അവർ ഒരു അക്നോളജ്മെന്റ് ആയി അവരുടെ പേപ്പറിൽ പറഞ്ഞത് ഇത്ര മാത്രമാണ്: "We also have been stimulated by the knowledge of the general nature of unpublished experimental ideas of Dr. M.H.F. Wilkins and Dr. R.E. Franklin and their co-workers at King's College, London." ചുരുക്കത്തിൽ തങ്ങളുടെ ഗവേഷണത്തിൽ നിർണായകമായ വഴിത്തിരിവായത് റോസ്ലിൻഡിന്റെ കഠിനാധ്വാനമാണ് എന്ന് തുറന്നു സമ്മതിക്കാൻ അവർ തയ്യാറായില്ല. അതേ ലക്കം നേച്ചർ മാസികയിൽ തന്നെ മോറിസ് വിൽക്കിൻസിന്റെയും ഫോട്ടോ 51 മുൻനിർത്തിയുള്ള റോസ്ലിൻഡ് ഫ്രാങ്ക്ലിന്റെയും പേപ്പറുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യ പേജുകളിൽ നിറഞ്ഞു നിന്നിരുന്ന വാട്സണിന്റെയും ക്രിക്കിന്റെയും സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിക് ആസിഡ്സ് എന്ന ആ പേപ്പറിനുള്ള ഒരു ചെറിയ സപ്പോർട്ട് മാത്രമായി റോസ്ലിൻഡിന്റെ പേപ്പർ കണക്കാക്കപ്പെട്ടു. 1953 തന്നെ കിങ്സ് കോളേജിൽ നിന്നും ബിർക്ക്ബക്ക് കോളേജിലെത്തിയ റോസ്ലിൻഡ് ടുബാക്കോ മോസിക് വൈറസിലുള്ള പഠനങ്ങൾ നടത്തുകയും വൈറസുകളുടെ ശരീരഘടന കണ്ടെത്തുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുകയും ചെയ്തു. 1956 ഒവേറിയൻ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യപ്പെട്ട റോസ്ലിൻഡിന് 2 വർഷങ്ങൾക്ക് ശേഷം 1958 തന്റെ 37-ാം വയസ്സിൽ തന്നെ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. മരിക്കുന്നത് വരെ റോസ്ലിൻഡിന് അറിയില്ലായിരുന്നു തന്റെ ഡാറ്റയാണ് വാട്സണും ക്രിക്കും അവരുടെ ഗവേഷണത്തിനായി ഉപയോഗിച്ചതെന്ന്. അവിടെയും തീർന്നില്ല റോസ്ലിൻഡിനോടുള്ള അവഗണന. 1962
വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വാട്സണും ക്രിക്കും വിൽക്കിൻസും റോസലിൻഡ് ഫ്രാങ്ക്ലിനെ കുറിച്ച് ചെറിയൊരു പരാമർശം മാത്രമാണ് തങ്ങളുടെ പ്രസന്റേഷനിൽ നടത്തിയത്. മരണപ്പെട്ടവർക്ക് സാധാരണയായി നോബൽ സമ്മാനം കൊടുക്കില്ല എന്ന കർശനമായ രീതി അത്തവണയും മാറ്റമില്ലാതെ തുടർന്നു. ഇനി റോസലിൻഡ് മരണപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിലും അവർക്ക് നോബൽ സമ്മാനം നൽകുമായിരുന്നോ എന്നതും ഇന്നും തർക്കവിഷയമാണ്. വർഷങ്ങൾക്ക് ശേഷം 1968 ജെയിംസ് വാട്സൺ എഴുതിയ പുസ്തകമാണ് ദി ഡബിൾ ഹിലിക്സ്. റോസലിൻഡ് ഫ്രാങ്ക്ലിനെ അല്പം പേഴ്സണലായി കടന്നാക്രമിക്കുന്ന രീതിയിലായിരുന്നു അതിലുള്ള പരാമർശങ്ങൾ. മൗറിസും ക്രിക്കും അതിനെ എതിർക്കുകയും ചെയ്തിരുന്നു. ലോകമെമ്പാടുമുള്ള ഭൂരിഭാഗം ടെക്സ്റ്റ് ബുക്കുകളിലും പുസ്തകങ്ങളിലും ഇന്നും DNA സ്ട്രക്ചർ കണ്ടെത്തിയത് ആര് എന്നുള്ള ചോദ്യത്തിന് റോസലിൻഡ് ഫ്രാങ്ക്ലിന്റെ പേര് കാണാൻ നമുക്ക് സാധിക്കില്ല. അർപ്പണബോധവും പ്രതിഭയും ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ജീവിതത്തെ ഒരു മത്സരമാക്കി മാറ്റി അതിൽ ഒന്നാമതെത്തി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരെയാണ് ലോകം ഹീറോ ആക്കി ആഘോഷിക്കുക. മറ്റുള്ളവരെ നമ്മൾ മറന്നു കളയും. റോസലിൻഡ് ഫ്രാങ്ക്ലിൻ ഒരിക്കൽ പോലും താൻ ഒരു മത്സരത്തിലാണ് എന്ന് അറിഞ്ഞിരുന്നില്ല. എങ്കിലും ജീവശാസ്ത്രത്തിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് നിസ്സംശയം വിശേഷിപ്പിക്കാവുന്ന കണ്ടെത്തലിന് പിന്നിലെ അസാധാരണ ജീവിതമായി ഇന്നും നമുക്ക് ഓർക്കാം റോസലിൻഡ് ഫ്രാങ്ക്ലിൻ.